അൻവറിനെതിരെയുള്ള ഫോൺ ചോർത്തൽ കേസ് ഗുരുതരമെന്ന് ഹൈക്കോടതി. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ല. അൻവറിനെതിരെ സ്വീകരിച്ച നടപടികൾ 1 മാസത്തിനകം ഹർജിക്കാരനെ അറിയിക്കണം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സാധാരണക്കാർക്ക് മാത്രമല്ല MLA-മാർക്കും ബാധകമാണെന്ന് കോടതി. ഷബ്ന സിയാദാണ് ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം തന്നെയാണ് സർക്കാരിന് ഏറ്റിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? ലക്ഷ്മി, മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് PV അൻവർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തി എന്ന വിവാദ പ്രസ്താവന നടത്തിയത്. ഇതേ തുടർന്ന് ഈ അൻവറിനെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് DGPക്ക് അടക്കം പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. CBI അന്വേഷണമായിരുന്നു ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാർ ഇതിൽ നിലപാട് അറിയിച്ചത് PV അൻവറിനെതിരെ തെളിവില്ല എന്നതായിരുന്നു. അതിലാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. തെളിവ് ഹാജരാക്കേണ്ടത് പരാതിക്കാരല്ല, സർക്കാർ തന്നെയാണ് തെളിവ് കണ്ടെത്തേണ്ടത് എന്ന് കോടതി പറഞ്ഞു. തുടർന്നാണ് ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തീർപ്പാക്കിയിട്ടുണ്ട്. ഇതിൽ PV അൻവറിനെതിരെ സ്വീകരിച്ച നടപടികൾ 1 മാസത്തിനകം ഈ ഹർജിക്കാരനെ അറിയിക്കണം എന്നാണ് കോടതി പറഞ്ഞത്. ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇത് ഗുരുതരമായ കേസ് തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് MLA ആയിരുന്നപ്പോൾ അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ഫോൺ സംഭാഷണം ചോർത്തി ഇത് ഗുരുതരമായ കേസാണെന്നും സംസ്ഥാന പോലീസ് മേധാവി ഇത് പരിശോധിക്കേണ്ടതാണ് എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വിലയിരുത്തിയിട്ടുണ്ട്. മലപ്പുറം DYSP കേസ് അന്വേഷിച്ച് നടപടികൾ അവസാനിപ്പിച്ചു എന്ന് ഹർജിക്കാരൻ അറിയിച്ചിരുന്നു. നടപടിയെടുക്കാൻ മതിയായ തെളിവുകൾ പരാതിക്കാരൻ ഹാജരാക്കിയിട്ടില്ല എന്നതായിരുന്നു ഉദ്യോഗസ്ഥന്റെ വാദം. എന്നാൽ തെളിവ് ശേഖരിക്കേണ്ടത് പരാതിക്കാരനല്ല, പോലീസാണെന്ന് കോടതി പറഞ്ഞു. നിലവിലെ അന്വേഷണം തൃപ്തികരമല്ല. പരാതിയിൽ DGP നിയമാനുസൃതമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ BNS സാധാരണക്കാർക്ക് മാത്രമല്ല MLA-മാർക്കും ബാധകമാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഷബ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.